Watch India's largest kids library only on Jio Hotstar. Download the app now. വളരെ അമൂല്യമായൊരു റോബോട്ടാണിത്. പിന്നെ രാജ്യദ്രോഹികളുടെ മുഴുവൻ വിവരങ്ങളും ഈ റോബോട്ടിനകത്ത് തന്നെയുണ്ട്. എന്റെ റോബോട്ടിനെ കൈക്കലാക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും റോബോട്ടിനെ പോലീസിലെത്തിക്കണം. ഗുണ്ടകളുടെ കയ്യിലെങ്ങനെ കിട്ടിയ ആകെ പ്രശ്നമാ. അയാൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ ആദ്യം അറിയണം. എവിടാ റോബോട്ട്? റോബോട്ട് എന്റെ കയ്യിലില്ല. ഞാൻ ഓടുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയി. കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ച് മുമ്പ് ഞാൻ വാട്ടും. ആ റോബോട്ടിൽ ഞങ്ങളെ പോലുള്ള ഗുണ്ടകളുടെ എല്ലാ രഹസ്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നെ പോകച്ച് മുകളിലോട്ടയക്കും. ആ അങ്കിൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ റോബോട്ടിൽ സത്യമായിട്ട് കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവൻ അപ്പുറത്തോട്ട് ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടതാ. ഇവൻ അവിടെ എങ്ങാനും റോബോട്ടിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകുമെന്നേ. എന്താ? ഏയ്, ആ റോബോട്ട് ആ കുട്ടികളുടെ കയ്യിലുണ്ട്. ചെന്ന് പിടിക്ക്. അവര് കൂട്ടം കൂടി വരുന്നുണ്ട്. നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഓടിക്കോ, ഓടിക്കോ. ഒരു കാരണവശാലും റോബോട്ട് അവന്മാരുടെ കയ്യിൽ കിട്ടരുത്. പോലീസിനെ ഏൽപ്പിക്ക്. ശിവ, നമ്മള് ശരിക്കും കുടുങ്ങി. മുമ്പില് വലിയ കൊക്കയും പുറകെ ഗുണ്ടകളുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടുക? ഡോണ്ട് വറി യോടി, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യ്. നമ്മുടെ സൈക്കിൾ മുഴുവനും വരിക്ക് നിർത്തും. ഏയ് കുട്ടി, ഓടാൻ ഇവിടെ സ്ഥലമൊന്നുമില്ല. മര്യാദയ്ക്ക് റോബോട്ട് കിട്ടു തരാൻ. രേവ, 5 മിനിറ്റിനകം സൈക്കിൾ ജോയിൻ ആവും. അപ്പോഴേക്കും ഞാൻ അവിടെ പോയിട്ട് അവർക്കൊരു പാഠം പഠിപ്പിക്കാം. കുട്ടി, മര്യാദയ്ക്ക് റോബോട്ടിനെ തന്നെ, ഇല്ലെങ്കിൽ ഇടിച്ച് പരിപ്പിളൊക്കെ കളയും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കുട്ടിയാണെന്ന് വിചാരിച്ചാ ഞാൻ ഇതുവരെ തല്ലാതിരുന്നത്. നോക്കിക്കോ, ലേസർ വെച്ച് നിന്നെ പൊടിയാക്കും. ഓക്കേ, ഓൾ റെഡി, സ്റ്റഡി ആൻഡ് ഒരു മിനിറ്റ്. എന്തിനാ നീ ഇപ്പൊ റെഡി എന്ന് പറയുന്നത്? അപ്പുറത്തേക്ക് പോവാനാ. ആൻഡ് ഗോ. അല്ല ശിവ, ഇത് നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്റെ അമ്മ. ഇവനിനി കുട്ടിയാണോ അതോ സ്റ്റണ്ടുമാനാണോ? ഒന്ന് നിർത്താൻ നോക്ക്. നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞല്ലോ. ഷക്കീരയുടെ കാര്യങ്ങളൊക്കെ പറയണം, ഇല്ലെങ്കിൽ ഇടിച്ച് കൂമ്പ് തെറ്റിക്കുന്നത് നമ്മുടെ ആയിരിക്കും. ബോസിനൊരു ഫോൺ. ഷക്കീരയാണോ സംസാരിക്കുന്നത്? എന്ത്? എങ്ങനെ? കുട്ടി അതിനിടയിൽ എങ്ങനെയാ വന്നേ? പിടിക്കവന്. എനിക്ക് എങ്ങനെയെങ്കിലും ആ റോബോട്ടിന്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ. ഈ ഷക്കീരയെ ചുറ്റിച്ചാൽ എല്ലാവരെയും ചുറ്റിച്ച് ഞാൻ പൊടിയാക്കും, മനസ്സിലായോ?
ബോസ് അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കുട്ടിയെ കൊണ്ടുവരാം. എല്ലാ വിവരങ്ങളും ശരിയായിട്ട് അറിയിച്ചോളാം. വിവരം വേണ്ട, റോബോട്ട് മാത്രം കൊണ്ടുവന്നാ മതി. റോബോ ലഡു സിംഗ് സാർ കേൾക്കൂ. ഓക്കെ നിങ്ങൾ ആ റോബോട്ടിനെ സൂക്ഷിച്ച് വെച്ചോളൂ ശിവ. അവിടെ ഏതെങ്കിലും ഒരു ഗുഹയ്ക്കകത്ത് ചെന്ന് നിങ്ങൾ എല്ലാവരും ഒളിഞ്ഞിരുന്നോളൂ. ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് എത്തിക്കോളാം. ഓക്കെ ശരി, ബൈ. ശിവ, അവരൊക്കെ താഴെ കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാ? ലഡു സിംഗ് സാർ ഇങ്ങോട്ട് വരാനായി ഒരുപാട് സമയമെടുക്കും. സന്ധ്യ ആവാറായി. പെട്ടെന്ന് തന്നെ ഒരു താവളം കണ്ടുപിടിക്കണം. ദേ അവിടെ കണ്ടോ, അവിടെ ഒരു കേവ് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാകുന്നു. അതുമല്ലാതെ കാട്ടിലെ വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് രാത്രി വല്ല ഏലിയൻ ഇതിനകത്ത് വന്നാലോ എന്ത് ചെയ്യോ? നീ ഭയങ്കര പേടിത്തൊണ്ടനാണല്ലോ. ഞാൻ അടുത്തോടൊപ്പം നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഒരു തവണ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഒരു സിംഹം വന്നു, അറിയോ? എല്ലാവരും പേടിച്ച് ഒച്ചിട്ട് ഓടി. ഞാൻ വേഗം തന്നെ ഒരു പന്തം കൊളുത്തി ആ തീപ്പന്തം കാണിച്ച ആ സിംഹത്തിനെ പേടിപ്പിച്ച് ഓടിപ്പിച്ചു. ഹലോ പൊങ്ങച്ചക്കാരാ, എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? എപ്പ നോക്കിയാലും പൊങ്ങച്ചെടി മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. രാത്രിയായി കഴിഞ്ഞു. സുരക്ഷിതത്തിനും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായി തീ അത്യാവശ്യമാണ്. ആദി, യോടി, നിങ്ങൾ വേഗം ചെന്ന് വിറകെടുത്തോണ്ട് വാ. ഇവിടെ തീ കൂട്ടാനുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്യാം. ഞാൻ പോകൂല, പേടിയാണ്, ഭൂതമുണ്ടാകും. എന്തു പറ്റിയാതി? നീ വലിയ സിംഹത്തിനൊക്കെ ഓടിപ്പിച്ച ആളല്ലേ? ഇപ്പൊ വിറകല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ. രണ്ട് കല്ല് നന്നായിട്ട് ഉരസുമ്പോൾ തീപ്പൊരി ഉണ്ടാവുന്നു. അങ്ങനെ തീ പിടിപ്പിക്കാം. തീ പിടിപ്പിച്ചല്ലോ. ഹാ, ആ. ഹലോ എവരിബഡി. ഓ, ഇത് വല്ല ഏലിയൻ റോബോട്ട് മറ്റോ ആണോ? നോ ഐ ആം നോട്ട് ഏലിയൻ. എന്റെ പേര് ചബി ചബി റോബോട്ട് എന്നാണ്. ഹലോ ഹലോ ചബി. വൗ, ഈ റോബോട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഹലോ, ഹൗ ആർ യു ചബി ടബി? ഇത് ശിവ, ഞാൻ രേവ, അത് ആദി, യുഡി. ഹലോ ആദി, ഹലോ യുഡി, ഹലോ ശിവ, നൈസ് ടു മീറ്റ് യു. ചബി ഡബി, നിനക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ അറിയാം? അല്ല, നിന്റെ അടുത്ത് സീക്രട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെന്താന്ന് ഒന്ന് പറഞ്ഞു തരാവോ? ഇല്ല, അത് സീക്രട്ട് ആണ്. ഞാനത് ആരോടും പറയുകയില്ല. എനിക്ക് സ്വയം തന്നെ അതെന്താണെന്ന് അറിയുകയില്ലല്ലോ. എന്റെ ശരീരത്തിനുള്ളിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലല്ലോ. ശരി, ആ കാര്യം വിട്ടേക്ക് ചബിഡബി. നീ ഒരു രഹസ്യം പറയേണ്ട ആവശ്യമില്ല. വരൂ, നമുക്ക് എല്ലാവർക്കും ചൂട് കൊള്ളാം. ആദി, യുഡി, ഇപ്പൊ ചബിഡബി നമ്മളുടെ ഒപ്പം ഉണ്ട്. ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനൊന്ന് തീ കൂട്ടാം. നിങ്ങൾ പോയി വിറകെടുത്തോണ്ട് വരൂ. ആരും പോവണ്ട, ഞാൻ പോയി വിറക് കഷ്ണങ്ങൾ കൊണ്ടുവരാം. അത് തീർച്ചയായിട്ടും ഏലിയനാണ്. ആദി, യുഡി, നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നേ? കണ്ണ് തുറന്നു നോക്ക്. പറഞ്ഞ പോലെ വിറക് കഷ്ണങ്ങൾ. ജബി ഡബി, ഇത് നീയായിരുന്നോ? എടാ റാം, നീ അത് കണ്ടോ? അവിടെ ഒരു വെളിച്ചം കാണുന്നത്. അവിടെ തീർച്ചയായിട്ടും ആൾക്കാരുണ്ടാവും. വന്നേ, നമുക്ക് ചെന്ന് അന്വേഷിക്കാം. വരാൻ. പക്ഷെ സാറേ, ഇത് അതേ കള്ളന്മാരാണെങ്കിലോ? പിള്ളേരെ പുറകെ ഓടുന്ന കള്ളന്മാരെങ്ങനെ കണ്ടുപിടിക്കും? എടാ റാം, ഈ ലഡ്ഡു സിംഗ് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏത് കള്ളന്മാര് ഒളിഞ്ഞിരുന്നാലും ശരി, എന്റെ ഈ കണ്ണുകൾ കൊണ്ട് അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മനസ്സിലായോ? എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്, അറിയാലോ. നമുക്ക് അവരെ ചെന്ന് ഇപ്പൊ തന്നെ പിടിക്കണം. വന്നേ, വരാനല്ലേ പറഞ്ഞേ.
ഹലോ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ 4 കൊച്ചു കുട്ടികളെ കണ്ടിരുന്നോ? ഉണ്ടെങ്കിൽ പറയണേ. അവര് റോബോട്ടെ കൂട്ടിക്കൊണ്ട് കുറച്ച് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കാട്ടിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. പറയൂ, കണ്ടിരുന്നോ? അതെ അതെ ഇൻസ്പെക്ടർ സാറേ, വളരെ സുരക്ഷിതമായി ഞാൻ ആ കുട്ടികളെ വാനിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. വരൂ, വന്ന് നോക്ക്. കണ്ടല്ലോ പേടാറാം, ഞാൻ അപ്പൊ പറഞ്ഞില്ലേ ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. നിനക്ക് ആരെയും വിശ്വാസമില്ല. തല്ലല്ലേ? പോലീസുകാരാണ്. എന്നെ തല്ലല്ലേ? അതെ ചേട്ടന്മാരെ, ഞങ്ങളെ എന്തിനാ അങ്ങനെ തുണി അളക്കുന്നത് പോലെ ഇടിച്ചിടിച്ച് പിഴിയുന്നത്? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. ഞങ്ങളാണ് ആ കുട്ടികളുടെ അടുത്ത് നിന്ന് റോബോട്ടിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ആൾക്കാർ. ഉച്ചയിട്, എന്നിട്ട് ആ കുട്ടികളെ വിളിക്ക. നിങ്ങളുടെ ഒച്ച കേട്ട് അവര് വിളി കേൾക്കുമ്പോ ഞങ്ങൾ ചെന്ന കുട്ടികളെ പിടിച്ചുകൊണ്ടുവരും. വേഗം ഒച്ചയിട്. അതെ സാറേ, നിങ്ങളുടെ കാഴ്ച കൂടാൻ വേണ്ടി ഒരു പുതിയ കണ്ണട വാങ്ങിയാ മതിയോ അതോ ലെൻസ് മാറ്റണോ? എന്തേലും വേഗം നമുക്ക് ചെയ്യണം. പേടാറാം, കണ്ണാടിയും ലെൻസൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇപ്പൊ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ. പേടാറാം, കൂട്ടുകാരെ കണ്ടല്ലോ. വന്നേ വന്നേ, അവരെ ഉണർത്താം. ഇതെന്താണത്? ഐ! വേണ്ട, വേണ്ട, എന്നെ തല്ലല്ലേ? എന്നെ വിട്ടേക്ക്. തല്ലല്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശിവ, ശിവ, ഒന്ന് എനിക്ക്. ഓ, എന്റെ തലയിലെടുത്ത് എന്നും മറ്റുള്ളവരടുത്ത് ഇങ്ങനെ തല്ല് വാങ്ങുന്നതാണ്. ഞാൻ നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്, പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും തല്ല് കിട്ടണമെന്നാണ് എന്റെ വിധി. ഐ, ഒന്ന് താഴെ ഇറങ്ങേ. ഓ ചബി ചബി സ്റ്റോപ്പ്. ഇവർ നമ്മുടെ കൂട്ടുകാരാണ്. ലഡു സിംഗ് സർ, ഇതാണ് ആ റോബോട്ട്. ഇനി ഈ റോബോട്ട് നിങ്ങളുടെ ചുമതലയാണ്. ഇവനിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ശിവ, നീ ഒന്നിനെ കുറിച്ചും വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ റോബോട്ടിനെ ഞാൻ എന്റെ ജീവനേക്കാളും സുരക്ഷിതമായി ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓക്കേ. ഷക്കീര, കുട്ടികളെ കിട്ടിപ്പോയി കേട്ടോ. വെരി ഗുഡ്, വളരെ നല്ല ഇൻഫർമേഷൻ ആണ്. അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ഞാൻ ചുറ്റിയാനെ, പിന്നെ നിങ്ങളെ ചുറ്റിച്ച് വടിയാക്കിയനെ. നമുക്കിവിടെ നിന്ന് പറന്നു പോകേണ്ടി വരും. വേഗം സൈക്കിൾ അറ്റാച്ച് ചെയ്യൂ. വിശ്വസിക്കാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് താഴെ ഇറങ്ങാൻ നോക്ക്. എന്നെ ചുറ്റിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഞാൻ പിന്നെ എല്ലാത്തിനെയും ചുറ്റിച്ച് വടിയാക്കി കളയും. ഒന്നു, ഇവരുടെ ജീവൻ അപകടത്തിലാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ റോബോട്ടിന് മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരൂ കുട്ടി. ആ കുട്ടിയുടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുവരൂ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അവനെ പിടിച്ച് നന്നായിട്ട് ഇടിക്ക്.
അതെ, ഞാൻ നിന്റെ ഭാഗത്തുള്ള ആളാണ്. ഷക്കീരയെ ദേഷ്യം പിടിപ്പിച്ച് ചുറ്റിക്കാൻ നോക്കിയാൽ എല്ലാത്തിനെയും ചുറ്റിച്ചു വടിയാക്കും. അവസാനം ചുറ്റി ചുറ്റി വടിയായി വീണല്ലോ. വന്നേ, നമുക്ക് എല്ലാവർക്കും ജയിലിലേക്ക് പോകാം. അവിടെ ചെന്ന് നിങ്ങൾക്കൊക്കെ പഠിക്കാം ഈ റോബോട്ടിനകത്ത് എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന്. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. യു വെൽക്കം ലഡു സിംഗ് സർ. ലഡു സിംഗ് സർ, ഇതാ പിടിച്ചോളൂ. ഇവൻ നിങ്ങളുടെ കൂട്ടുകാരൻ ചബി ചബി റോബോട്ടാണ്. ശിവ, തൽക്കാലം നീ തന്നെ ഇതിനെ കൊണ്ടുപോയാ മതി. ഇതിന്റെ മൂഡ് എപ്പോഴാ മാറാന്ന് എനിക്ക് അറിയില്ലേ. അപ്പൊ എന്നെ പിടിച്ചത് അങ്ങ് പെരുമാറിയാലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.